ഇനി ഹൈക്കോടതിയുടെ ഒരു നിർണായകമായ നിരീക്ഷണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. രണ്ടാം വിവാഹം കഴിച്ച ഭർത്താവിൽ നിന്നും വേർപിരിഞ്ഞ് താമസിക്കുന്ന ആദ്യ ഭാര്യയ്ക്ക് മുസ്ലിം വ്യക്തി നിയമപ്രകാരം സംരക്ഷണ ചെലവ് അവകാശപ്പെടാമെന്ന് ഹൈക്കോടതി. രണ്ടാം വിവാഹം കഴിക്കാൻ നിയമം പുരുഷനെ അനുവദിക്കുന്നുണ്ടെങ്കിലും രണ്ട് ഭാര്യമാരോടും തുല്യമായി പെരുമാറാൻ ഭർത്താവ് ബാധ്യസ്ഥനാണ്. ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മലപ്പുറം സ്വദേശിക്കെതിരെയായിരുന്നു ഹർജി. ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്ന സിയാദ് ചേർന്നുണ്ട്. ഷബ്ന, നിർണായകമായ ഒരു കണ്ടെത്തൽ, ഒരു നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തൊക്കെയാണ് ഈ ഹർജിയിന്മേലുള്ള കോടതിയുടെ കൂടുതൽ നിരീക്ഷണം? സേതുലക്ഷ്മി, മലപ്പുറം സ്വദേശിനി നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. ആദ്യ ഭാര്യയാണ് ഈ ഹർജിക്കാരി. ആദ്യ ഭാര്യയ്ക്കും കുട്ടികൾക്കും ചിലവിന് നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇത്തരത്തിലൊരു ഉത്തരവ്. കുടുംബ കോടതിയിൽ ഇവർ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. കുടുംബ കോടതി എന്നാൽ ചെറിയൊരു തുക മാത്രമാണ് ഇവർക്ക് ജീവനാംശമായി നൽകാൻ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇവർ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ വിവാഹമോചിതരല്ല. ഈ ഭർത്താവ് രണ്ടാം വിവാഹം കഴിച്ചു. ഈ ഭർത്താവ് അവകാശപ്പെടുന്നത് രണ്ടാം വിവാഹം കഴിച്ചതിനാൽ ഭാര്യയെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. രണ്ടാമത് കല്യാണം കഴിച്ച ഭാര്യയെ സംരക്ഷിക്കേണ്ടതുണ്ട്. കൂടുതൽ വരുമാനമില്ല. അതുകൊണ്ട് ആദ്യ ഭാര്യയെയും മക്കളേക്കും കൂടുതൽ പണം നൽകാൻ പറ്റില്ല എന്നതായിരുന്നു. എന്നാൽ കോടതി ഇപ്പോൾ നിരീക്ഷിച്ചിട്ടുള്ളത്, മുസ്ലിം വ്യക്തി നിയമപ്രകാരം വിവാഹം കഴിക്കുന്നതിന് നിയമപരമായി മറ്റ് തടസ്സമില്ല. പക്ഷേ ഭാര്യമാരോട് തുല്യമായ പരിഗണന വേണം. തുല്യ രീതിയിൽ അവരെ പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജീവനാംശം എന്നത് ആദ്യ ഭാര്യയുടെ അവകാശമാണ്. മക്കൾക്കും അതോടൊപ്പം തന്നെ ജീവനാംശം നൽകണം. ആ രീതിയിൽ കൃത്യമായി അല്ലെങ്കിൽ തുല്യതയോടുകൂടി പ്രവർത്തിക്കണം എന്നാണ് നിയമം പറയുന്നത് എന്ന് കോടതി വ്യക്തമാക്കുന്നു. ശരി ഷബ്ന, വ്യക്തമാണ്.